ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പ്രിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് വെച്ചേക്കണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ നോക്കി നിൽക്കുവാണ്. പിന്നെ ഒന്ന് ടെറസിന്റെ മേലേക്ക് ഒന്ന് പോവും. അപ്പോൾ രാവിലത്തെ ആ ഒരു മോർണിംഗ് ടൈം നമ്മളൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് റിലാക്സ്ഡ് ആയിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് ഒന്ന് ഫ്രീ ആവും. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 5 മണിക്കൊക്കെ എഴുന്നേക്കും ചില ദിവസങ്ങളിൽ. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് 6 മണിക്കാണ് എഴുന്നേക്കുന്നത്. പിന്നെ ഈ ഒരു ബെഡ് കവർ ഉണ്ടല്ലോ, ഇത് ഞാൻ ആമിക്ക് 1 വയസ്സൊക്കെ ആയ സമയത്ത് മീഷോയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് 7 വയസ്സായി, ഏകദേശം 6 വർഷത്തോളമായി. അപ്പോൾ ഇവളിങ്ങനെ കട്ടിലിൽ ഇങ്ങനെ ബെഡിൽ മുള്ളുന്ന സ്വഭാവമൊക്കെ അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് ബെഡിൽ വിരിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ നൈറ്റ് പാമ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് കിടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും ചില സമയത്ത് അറിയാതെ ഇങ്ങനെ പോകുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഞാനിത് യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ്. മേൽഭാഗത്ത് ഒരു നല്ലൊരു കമ്പിളി പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഇവിടെ തണുപ്പ് ക്ലൈമറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വിരിച്ചേക്കുവാണെങ്കിൽ നമുക്ക് നല്ല ചൂട് കിട്ടും, ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വന്നിട്ട് രാവിലെ എഴുന്നേറ്റല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറേ സമയം എനിക്ക് അധികമായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഓർത്തു കുറച്ച് പ്രിപ്സ് ഒക്കെ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് ഇതുപോലെ സെപ്റ്റോയിൽ നിന്ന് മല്ലിയിലയും തൈരും പുതിനയില അതൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ഒന്ന് ബോക്സുകളിലാക്കി വെക്കുകയാണ്. ഞാൻ എപ്പോഴും മല്ലിയില ഇതുപോലെ ഒരു പാഴ്സൽ ബോക്സിനകത്ത് അടിഭാഗത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മേലെ മല്ലിയില വെച്ചിട്ട് വീണ്ടും ഒരു പേപ്പർ പൊതിഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാൾ കേടാവാതിരിക്കും. മല്ലിയില എങ്ങനെ വെച്ചാലും അഴുകി പോകുന്നതാണ് എപ്പോഴും, പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് പുതിനയില മാറ്റി വെച്ചേക്കുന്നത് നമ്മൾ മഷ്റൂം ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ റെസിപ്പിയും കൂടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. കുക്കറിൽ ചെയ്യുന്ന ബിരിയാണിയാണ്, ചെന്നൈ സ്റ്റൈലിലുള്ള ബിരിയാണിയാണ്. ബാക്കിയുള്ള പുതിനയിലയൊക്കെ ഞാൻ ഇതുപോലെ തണ്ടിൽ നിന്ന് ഊരിയിട്ട് നേരത്തെ നമ്മൾ മല്ലിയില വെച്ച പോലെ തന്നെ ഒരു ബോക്സിനകത്ത് വെച്ചു. ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന്റെ മേലെ ഈ ഇലകൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന്റെ മേലെ ഒരു പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പോൾ വെള്ളത്തിന്റെ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് വലിച്ചെടുത്തോളും. പിന്നെ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം കഴുകിയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ അങ്ങനെ കഴുകാറില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ കഴുകി വെച്ച സമയത്ത് എനിക്ക് ഒത്തിരി വെജിറ്റബിൾസ് ഇങ്ങനെ കേടാകുന്നതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ മഷ്റൂം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മഷ്റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നേ ഒരു വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഷ്റൂം ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ട് 1 പാക്കറ്റ് മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിനയില ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പുതിനയില കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അത് നമ്മുടെ ബിരിയാണിക്ക് ചേർക്കാനാണ് കേട്ടോ. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ടാണ് പുതിനയില അരച്ചത്. അങ്ങനെ അരയ്ക്കുന്നത് പുതിനയുടെ പച്ച ഒരു കളറ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ നമ്മൾ പുതിനയില അരച്ച് വെക്കുമ്പോൾ അതിന്റെ കളറ് പോവും. അപ്പോൾ എപ്പോഴും പുതിന അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. ലെമൺ ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഒരു പുളിപ്പ് രസം അതിൽ നിൽക്കുമ്പോൾ കളറ് മാറിപ്പോകത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് സവോള മതി ഇതിന്. ഒരു വലിയ സവോളയുടെ പകുതി പോർഷനാണ് കേട്ടോ. അത് ഞാൻ ബിരിയാണിക്ക് എടുത്തു. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഓണിയൻ റൈത്ത ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ ബിരിയാണി ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനുശേഷം അതിലേക്ക് റിഫൈൻഡ് ഓയിലും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നെയ്യൊക്കെ ഒന്ന് ഉരുകിയതിന് ശേഷം ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പച്ചമുളകൊക്കെ പോകുന്നവരെ വഴറ്റിയതിന് ശേഷം ലേശം ഉപ്പും കൂടി ഇട്ടിട്ടാണ് വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ഈ ബിരിയാണി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ആവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാനും പറ്റും കേട്ടോ. എനിക്ക് എപ്പോഴും ഇവിടുത്തെ ബിരിയാണി ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ ഇതിൽ ചേർക്കുന്ന മസാലകൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയേ. പിന്നെ മല്ലിപ്പൊടി ഒന്നും ചേർക്കരുത്. ഗരം മസാലയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ പച്ചമുളക് ഓൾറെഡി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തത്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ചേർത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കൂടുതൽ കിട്ടാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പുതിനയില ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലെമൺ ജ്യൂസ് ചേർത്തിട്ട് അരച്ചത് കൊണ്ടാണ് പുതിന നല്ല ഫ്രഷ് ആയിട്ട് നല്ല പച്ച കളറിൽ ഇരിക്കുന്നത്. പുതിനയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ലെമൺ ചേർത്തിട്ടാണല്ലോ ഈ പുതിന ചേർത്തത്. അപ്പോൾ ഓൾറെഡി കുറച്ച് പുളിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ തൈര് അധികം അങ്ങനെ പുളിപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ തൈര് ചേർത്തത്. നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് മഷ്റൂം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനൊന്ന് കഴുകിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. മഷ്റൂം സാധാരണ അങ്ങനെ കഴുകാറില്ല, പക്ഷെ ഇന്ന് എന്തോ കഴുകാനായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതാണ് കഴുകിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ ബാസ്മതി റൈസ് ഒരു വലിയ ഗ്ലാസ്സിൽ ഞാൻ അളന്ന് 20 മിനിറ്റ് മുന്നെയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഈ അരി ആദ്യമേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ അരി അളന്ന അതേ കപ്പിൽ തന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നല്ല ലൂക്ക് വാം വാട്ടറാണ്, ചെറു ചൂടുള്ള വെള്ളമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബിരിയാണി ഓപ്പൺ ചെയ്യുന്ന സമയത്തില്ലേ നല്ല ഷൈനിങ് ആയിരിക്കും നമ്മുടെ ബിരിയാണി കാണാനായിട്ട്. റൈസൊക്കെ നല്ല തിളക്കം ഉള്ളതുപോലെ തോന്നും കേട്ടോ. നമുക്ക് ഈ ദമ്മൊക്കെ ഇട്ടിട്ട് കിട്ടുന്ന ബിരിയാണിയില്ലേ, ഹോട്ടലിലൊക്കെ കിട്ടുന്ന ബിരിയാണി പോലെ ഇരിക്കും. ഞാനിപ്പോൾ നെയ്യ് അധികം ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി ആദ്യമേ തന്നെ ചേർത്തല്ലോ, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കാത്തത്. ഇനി നമ്മൾ കുക്കർ മൂടി വെച്ച് അടച്ചിട്ട് വിസിൽ 2 കേൾപ്പിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് അതിൻ്റെ ആവി പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാവുള്ളൂ കേട്ടോ. നേരത്തെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് റൈത്ത ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവോള ഉണ്ടല്ലോ, അത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചെടുത്തു. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സാലഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ആ ഒരു സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിത് കഴിക്കുന്ന സമയം ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ തക്കാളിയും ക്യാരറ്റും ഒന്നും ചേർക്കാറില്ല. വേണമെങ്കിൽ കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് അതൊന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ചേർക്കാത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് സാലഡ് വെള്ളരി ചേർക്കണമെന്ന് വിചാരിച്ചതല്ല, നോക്കിയപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷനും കൂടി കട്ട് ചെയ്തിലേക്ക് ചേർക്കാമെന്ന് കരുതി. സാലഡ് വെള്ളരി ചേർക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം കുറച്ചും കൂടി ഊറി ഇറങ്ങുന്ന പോലെ തോന്നും. പക്ഷെ ഞങ്ങൾ കഴിച്ചതിൻ്റെ അന്ന് അത്രയും അങ്ങനെ വലുതായിട്ട് വെള്ളം അങ്ങനെ അധികമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ ഇവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത്. നാട്ടിലാണെങ്കിൽ സവോളയും തക്കാളിയും ഒക്കെ ഇട്ടേക്കും. എനിക്ക് തക്കാളി ഇടുന്നത് ഇഷ്ടമല്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അവരൊന്നും പണ്ട് തൊട്ടേ അങ്ങനത്തെ സാലഡ് കഴിച്ചിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങനെ ഒരിക്കൽ ട്രൈ ചെയ്തപ്പോൾ ഇവിടെ ആരും കഴിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഞാനും ഇങ്ങനെ തന്നെയാണ് റൈത്ത ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ എപ്പോഴും ചെയ്യുന്നേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ ഒരു നല്ലൊരു ഗ്രീനിഷ് കളറായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു പുതിനയിലേക്ക് അരച്ചിട്ടല്ലേ ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിനയില അരച്ച സമയത്ത് തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് അരയ്ക്കാമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത്തവണ പുതിന മാത്രം ഇട്ടിട്ടാണ് അരച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം.
അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്കൊന്നും ഉറങ്ങുന്നൊന്നുമില്ല, കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ വന്നിട്ട് കുറച്ച് വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം കുതിർന്നതിന് ശേഷം. അതിനിടയിൽ തന്നെ ഞാൻ ഇന്ന് ഹോം മെയ്ഡ് ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് ഒത്തിരി തവണ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ പുറത്തുനിന്നൊക്കെ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ മേടിച്ച് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ മഖാന, അതുപോലെ ബദാം, അണ്ടിപ്പരിപ്പ്, ഓട്സ്, പിന്നെ ഏലക്ക ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഇതിലേക്ക് കൊക്കോ പൗഡറും മിൽക്ക് പൗഡറൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കൊക്കോ പൗഡർ കിട്ടുന്നില്ലെങ്കിൽ ഏലക്ക ചേർത്താൽ മതിയേ. പിന്നെ ഇതിനകത്ത് മാക്സിമം നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. വാൾനട്ട് ആണെങ്കിലും അതുപോലെ തന്നെ പിസ്ത, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ബദാമും നട്ട്സും അതുപോലെ തന്നെ പംകിൻ സീഡും ഉണ്ട്. ഞാൻ കൃത്യമായ അളവ് സ്ക്രീനിലും കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് മഖാന ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മഖാന എന്ന് പറയുന്നത് ലോട്ടസ് സീഡാണ്. ഇത് ഓൺലൈനിലും കിട്ടുന്നുണ്ട്, ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് കൈകൊണ്ട് ഉടയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊടിഞ്ഞ് വരും. അതാണ് മഖാനയുടെ ഒരു പരുവം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബദാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എണ്ണയൊന്നും ഒഴിക്കരുത്. ഇതുപോലെ നല്ലൊരു അയൺ പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ ബദാം ഒക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാൻ നല്ല ചൂടായിരിക്കും. ഓൾറെഡി നമ്മൾ രണ്ടാമതാണല്ലോ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഇതേ കണ്ടോ, കളർ ഒന്ന് മാറി വരണം. ഒന്ന് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ആവുന്ന സമയത്ത് വേണം എടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നും വറുക്കരുത്. ഒന്നുകിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം കരിഞ്ഞതുപോലെ ഇരിക്കും, ഉള്ളിലൊന്നും വേവത്തുമില്ല, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്ഷമയോട് കൂടി വേണം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നട്ട്സും ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡും മോളും കൂടി കിച്ചണിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള മഖാന കഴിച്ചപ്പോഴത്തേക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആമിക്കും ഹസ്ബൻഡിനും കൂടി ഞാൻ പിന്നീട് കുറച്ചെടുത്ത് അതിൽ നിന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. മഖാന ചുമ്മാതെ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ആമി അങ്ങനെ വലുതായിട്ട് കഴിക്കത്തില്ല, ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓട്സ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ സഫോളയുടെ ക്രീമി ഓട്സ് ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. നല്ല റോൾഡ് ഓട്സ് ഒക്കെ കിട്ടുമെങ്കിൽ ഹൈ ക്വാളിറ്റി ഓട്സ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ലാസ്റ്റ് ആണെന്ന് വറുത്തെടുത്തത്. ഓട്സ് ചേർക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ഫ്ലെയിം ലോയിൽ വെച്ചേക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പംകിൻ സീഡും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മക്കൾക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല പാടായിരിക്കും. കുട്ടികൾ കഴിക്കാത്ത എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാം. പിന്നെ ബദാമും അണ്ടിപ്പരിപ്പും മഖാനയും ഈ ഒരു ഓട്സ് ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ശരിക്കും ഓട്സും മഖാനയും ചേർക്കുന്നത് ഇതിന് നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ മിൽക്ക് പൗഡറും അമൂല്യയുടെ മിൽക്ക് പൗഡറും വിക്കി ഫീൽഡിന്റെ കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത്. ഏത് ബ്രാൻഡിലുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് മിക്സിയിലിട്ടിട്ട്. അപ്പം ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ഞാൻ വന്നിട്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചു വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കറികൾ ചെയ്യുന്ന സമയത്തും ഇതിൽ നിന്ന് എടുത്ത് കുറച്ചങ്ങോട്ട് ചതച്ചിട്ടാൽ മതി. ഞാനാണെങ്കിൽ ഇവിടെ തമിഴ്നാട്ടിലുള്ള കറികൾ മോസ്റ്റ്ലി ചെയ്യാറുണ്ട്, കാരക്കുഴമ്പ് പോലുള്ള റെസിപ്പീസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വെളുത്തുള്ളി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊളിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഒരു മല്ലിയില ഇട്ടില്ലേ, ആ ഒരു ബോക്സിൽ തന്നെ വേറൊരു അറയും കൂടിയുണ്ട്. ഞങ്ങൾ എന്തോ പാഴ്സൽ മേടിച്ചപ്പോൾ കിട്ടിയൊരു ബോക്സ് ആണ്. അപ്പൊ ഞാൻ ഈ പാഴ്സൽ ബോക്സുകളൊന്നും കളയത്തില്ല, ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കും. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വില കൂടിയിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് ഞാൻ അധികം അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് പൊളിച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളി വെച്ചിട്ട് അത് വെച്ച് തന്നെ ഒന്ന് മൂടി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ 1 മാസത്തോളം കേടാവാതിരിക്കും. ഞാൻ ഈ ചെയ്യുന്ന പ്രീ പ്രിപ്സ് ഒക്കെ 1 മാസത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ 1 മാസം ആയാലും ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. മുഴുവനും ഞാൻ അതിനകത്തോട്ട് ഇട്ടില്ല. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കാറുണ്ട്. വെളുത്തുള്ളിയുടെ പകുതി അളവിനാണ് ഇഞ്ചി എടുക്കുന്നത്. ആദ്യം ഞാനിങ്ങനെ വെള്ളം ചേർക്കാതെ അരയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത പോലെ കിട്ടും കേട്ടോ. ഞാൻ ഒരിക്കൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിൽ വെച്ച് നോക്കി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇത് ഒരുമാതിരി അഴുകി വല്ലാത്തൊരു സ്മെല്ല്
വന്നു തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ച് ഒരു ചില്ല് ബോട്ടിലിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ചിലർ നല്ലെണ്ണയും മഞ്ഞളും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മൾ കൂടുതലും ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ നല്ലെണ്ണയുടെ ടേസ്റ്റ് വരും. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വെച്ചപ്പോൾ വലുതായിട്ട് കേടൊന്നും ആവുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് വെക്കുന്നത്. അപ്പം ഞാൻ മാക്സിമം എല്ലാം അതിൽ നിന്ന് എന്നെ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുവാണ് കേട്ടോ. കാരണം ഒത്തിരി ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ അധികം അങ്ങനെ നമ്മുടെ ബ്ലെൻഡർ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു മിക്സിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ട്. മിക്സി കുറേ കാലത്തിന് ശേഷം യൂസ് ചെയ്യുന്നുണ്ട്. മീഡിയം സൈസിലുള്ള മിക്സിയുടെ ജാറിലാണ് ഞാൻ എൻ്റെ ബൂസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടൊട്ടും ഇല്ലാതെ വേണം അരയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ അരയ്ക്കുന്ന സമയത്ത് പൾസ് മോഡിൽ ആദ്യം ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പതിയെ സ്പീഡ് നോർമൽ സ്പീഡിലാക്കിയിട്ട് ഒന്ന് അടിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ബാക്ക് പൾസ് ഇടുകയാണ് ചെയ്യേണ്ടത്, പിന്നീടാണ് നോർമൽ പൾസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ നട്ട്സ് ഒക്കെ നമ്മളിങ്ങനെ ചേർത്തേക്കുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഊറി ഇറങ്ങിയിട്ട് ആകെ എല്ലാം കൂടി കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഖാനയും ഓട്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ നട്ട്സും ബദാമും ഒക്കെ ഇട്ട് അരച്ചത്. സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ പൾസ് ചെയ്ത് ഇങ്ങനെ ഒരു പൗഡർ ഫോമിലാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വലിയൊരു ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത്. മീഡിയം സൈസിലുള്ള മിക്സിയുടെ ജാർ എടുക്കാനായിട്ടുള്ളൊരു കാരണം നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടും. അതും മാത്രമല്ല നമുക്ക് പെട്ടെന്ന് മിക്സി ചൂടാവത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ എണ്ണ ഇങ്ങനെ ഫോം ചെയ്യുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മൾ ഇത് തട്ടി വെക്കുന്ന പാത്രങ്ങളിലും നമ്മളെപ്പോഴും ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സാധനങ്ങളിലും ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം വരാനായിട്ട് പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ എൻ്റെ 2 ബാച്ചായിട്ട് എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അരിച്ചെടുക്കുന്നതും വേറൊരു പാത്രത്തിലോട്ടാണല്ലോ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും ഒട്ടും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല, അരിപ്പയിലും ഒട്ടും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ അരിച്ചെടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ഹോൾസിലൂടെ വീഴുന്നില്ല കേട്ടോ. ഇത് കുറച്ച് പഴകിയ ഒരു അരിപ്പയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇതിപ്പോൾ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇപ്പോൾ എനിക്കിപ്പോൾ അരിച്ചെടുക്കാനായിട്ട് അത്ര താല്പര്യമില്ല, കാരണം എനിക്ക് നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കട്ടകൾ അതിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു അരിക്കാതെ തന്നെ ഉപയോഗിക്കാമെന്ന്. പിന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് വരെ കൊക്കോ പൗഡർ ചേർക്കാം കേട്ടോ. ഒരുപാട് കൊക്കോ പൗഡർ ചേർക്കരുത്. മാക്സിമം 1/2 കപ്പ് വരെ നമ്മൾ എടുത്ത ആ ഒരു ആദ്യത്തെ അളവിനനുസരിച്ച് വേണം ഇതൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ മിൽക്ക് പൗഡറും 1/2 കപ്പോളം ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരേക്ക് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ പ്രോസസ്സ് ഒക്കെ കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്ത് എടുക്കുവാണ്. കാരണം ഞാനിത് ഓൾറെഡി അരച്ചെടുത്തിട്ട് പിന്നീട് മിക്സ് ചെയ്തതല്ലേ. അപ്പോൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിലാണ് അത് കറക്റ്റ് എല്ലാം ഒന്ന് മിക്സായി കിട്ടുക. ഇപ്പോൾ ഇതിൽ മിൽക്ക് പൗഡറൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. കാരണം കുട്ടികൾക്ക് നിങ്ങൾ രാവിലെ വൈകിട്ടൊക്കെ പാലിൽ ഇത് തിളപ്പിച്ച് കാച്ചി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇവിടെ ആമിക്ക് അങ്ങനെ പാല് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അവൾക്ക് വീസിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ചെറുതിലേ തൊട്ടേ അവൾക്ക് അങ്ങനെ അധികം നമ്മൾ പാല് കൊടുക്കത്തില്ല. പാലും ഉൽപ്പന്നങ്ങളൊന്നും തന്നെ അധികം കൊടുക്കില്ല. ചോക്ലേറ്റ് ഒന്നും ആമിക്ക് കഴിക്കാൻ പറ്റത്തില്ല. വല്ലപ്പോഴാണ് കേട്ടോ, വർഷത്തിൽ 1-2 തവണയാണ് മോൾക്ക് ഞങ്ങൾ ഈ പാലിൻ്റെ ഇതൊക്കെ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ചോക്ലേറ്റ്. കൊക്കോ പൗഡറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അവൾക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പാലിന് പകരം കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് മിൽക്ക് പൗഡർ ഇട്ടിട്ട് പൊടിയൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ ആണ് ചേർത്ത് കൊടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾ വൈറ്റ് ഷുഗർ അധികം കഴിക്കാറില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല. അപ്പം വല്ലപ്പോഴാണ് അത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ ആണ് ചേർത്തത്. നമ്മളിത് പാലിൽ മിക്സ് ചെയ്ത് കുടിക്കുന്ന സമയത്ത് കുറച്ചധികം ബ്രൗൺ ഷുഗർ ചേർത്തിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിനകത്തേക്ക് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. പുറത്ത് വേണമെങ്കിലും വെച്ചേക്കാം, പക്ഷേ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചേക്കുന്നത്. ഞാനിത് ഉണ്ടാക്കിയിട്ട് തന്നെ കുറേ ദിവസമായി, 2-3 ആഴ്ചയായി കേട്ടോ. ഇപ്പോഴും ഞങ്ങളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞാൻ ഇങ്ങനെയാണിത് കുടിക്കാനായിട്ട് പോകുന്നത്. ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ കുടിക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഏലക്ക ചേർത്താൽ മതി. ഒരു 3 ഏലക്കയൊക്കെ മതി കേട്ടോ. അപ്പോൾ പാല് നല്ലോണം തിളപ്പിച്ചിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പിനകത്തേക്ക് പൊടിയാണ് ചേർക്കേണ്ടത്. പൊടി നമ്മളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 ടീസ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പൊടികൾ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്കിയും കൂടി എടുത്തത് കേട്ടോ. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിലാണ് ഈ പൊടി കലക്കുന്നത്. നമുക്ക് 3 പേർക്കും കൂടി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല കട്ടിയുള്ള പാലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ലൂസാക്കിയിട്ടൊക്കെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ പൊടിയും എടുത്തിട്ടുണ്ട്. മാക്സിമം ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ എടുക്കാം കേട്ടോ. കുഴപ്പമില്ല, കുട്ടികൾ കുടിക്കുന്നതിനനുസരിച്ച് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച പാൽ ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. നല്ല ബെസ്റ്റ് സംഭവമാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, മക്കൾ കുടിച്ചോ എന്നൊക്കെ എന്ന് കമന്റ് ചെയ്തേക്കണം. ഡെയിലി നമുക്കിത് കുടിക്കാം, നമ്മൾക്കും കുടിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. നല്ലതാണ്, മുതിർന്നവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുള്ളതാണ്. ഐശ്വര്യാണ് ചോദിച്ചത്, ഇതുപോലെ ഗ്രോസറി ബഡ്ജറ്റിന്റെ കാര്യമാണല്ലോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇതുപോലെ 1 മാസത്തേക്കുള്ള ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഞാൻ ഈ പാലും തൈരും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടി ചേർത്തിട്ട് എത്ര ആവുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഗ്രോസറി മാക്സിമം ഒരു 6000 രൂപയാണ് ആവുന്നത്. പിന്നെ ഞങ്ങളിവിടെ അങ്ങനെ എപ്പോഴും പാല് മേടിക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇവിടെ ഞങ്ങൾ ആവിൻ്റെ ഓറഞ്ച് പാലാണ് മേടിക്കുന്നത് കേട്ടോ. അത് 40 രൂപയൊക്കെയാണ് ഒരു പാക്കറ്റിന്. ഞങ്ങൾക്ക് മാക്സിമം പോയാൽ വീക്കിലി വൺസ് ആണ് നമ്മൾ പാല് മേടിക്കുന്നത് കേട്ടോ. അത് എല്ലാ വീക്കിലും ഒന്നും മേടിക്കാറില്ല, വല്ലപ്പോഴും ആണ് മേടിക്കുന്നത്. മാക്സിമം പോയാൽ 1-2 കവർ പാലാണ് നമുക്ക് 1 മാസത്തേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കതിൻ്റെ കൃത്യമായ കണക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താത്തത്. ഇപ്പോൾ 2 പാക്കറ്റ് ആണെങ്കിൽ പോലും ഒരു 80 രൂപയൊക്കെ ഞങ്ങൾക്ക് ആവുന്നുള്ളൂ. പിന്നെ തൈരിൻ്റെ കണക്കാണെങ്കിലും ആവിൻ തൈരിന് 20-25 രൂപയാണ് കേട്ടോ. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് തൈര് മാക്സിമം 4 പാക്കറ്റ് എനിക്ക് എടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും ഞാൻ അവൾക്ക് മോരുകറി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. 1 കവർ തൈര് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കത് 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ മാക്സിമം പോയാൽ ഒരു 4 കവറൊക്കെ വരും. അങ്ങനെ നോക്കിയാലും അതൊരു 160 റുപ്പീസ് ആ ഒരു റേഞ്ചിനൊക്കെ നിൽക്കത്തേ ഉള്ളൂ. എങ്ങനെ പോയാലും പാലും തൈരും കൂടി ചേർന്നിട്ട് ഒരു 250 രൂപ നമുക്ക് കൂട്ടാം. പിന്നെ വെജിറ്റബിൾസ് എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒന്നുകിൽ 2 ആഴ്ചത്തേക്ക് ചേർത്തെടുക്കും, അല്ലെങ്കിൽ ആഴ്ച തോറും എടുക്കും. ഇപ്പോൾ ഒരാഴ്ചത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് മാക്സിമം 500 രൂപ വരാറുണ്ട്. ചിലപ്പോൾ 1000 ആവാറുണ്ട് കേട്ടോ. 1000 ആവുകയാണെങ്കിൽ ഞങ്ങൾ 2 ആഴ്ചത്തേക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഒരു മാസത്തെ കണക്ക് നോക്കുമ്പോൾ ഒരു 2000 രൂപയാണ് വരുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഒന്നും എടുക്കാറില്ല. കാരണം വെജിറ്റബിൾസിന്റെ കൂടെ മേടിക്കുന്ന ക്യാരറ്റും കുക്കുംബർ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ കഴിക്കും. കൂടുതലായിട്ടും വെയിറ്റ് ലോസ് ഡ്രിങ്കും മറ്റു കാര്യങ്ങളൊക്കെ കുടിക്കാറുണ്ട്. പിന്നെ പഴമൊക്കെയാണ് മേടിക്കുന്നത്. അതും നമുക്കൊരു 1000 രൂപ കണക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ബഡ്ജറ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു 10,000 ആണ് എൻ്റെ ഒരു ബഡ്ജറ്റ് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 1000-2000 രൂപ മേലോട്ടോ താഴോട്ടൊക്കെ വരാം. ഞാൻ പറയുന്നത് ഈ ഗ്രോസറിയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും തൈരും പാലും എല്ലാം കൂടി ചേർത്തിട്ടാണ്. അപ്പം ഞാൻ കണക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു 10,000 രൂപയാണ് 10,000 രൂപയാണ് വരുന്നത്. അപ്പം അത് വീട്ടിലുള്ള മെമ്പേഴ്സിനനുസരിച്ച് മാറും കേട്ടോ ഈ കണക്കൊക്കെ. ഇപ്പം ഞങ്ങൾ 3 പേരുള്ളൊരു ഫാമിലിയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഇൻലോസ് ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയൊരു ഫാമിലി ആണെങ്കിൽ അവർ കഴിക്കുന്ന ഈ സാധനങ്ങൾ നമ്മൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാവരുടെയും വീട്ടിലുള്ള മീൽ പ്രിപ്പും മീൽ പ്ലാനിങ് ഒന്നും ഒരുപോലെ ആയിരിക്കത്തില്ല അല്ലേ. ഒരുപാട് നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ച് വിലയിൽ മാറ്റം വരും. വെജിറ്റബിൾസ് കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻസ് വരും കേട്ടോ. പിന്നെ പുള്ളിക്കാരി എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മേടിക്കുന്നതെന്ന്. അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. പക്ഷേ ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ചിലവുകൾ വരുവാണെങ്കിൽ മാത്രം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കത്തില്ല. എന്നാലും നമുക്കൊരു ഉദ്ദേശം ഒരു ഇത് കാണും കേട്ടോ. പിന്നെ മാരേജ് കഴിഞ്ഞ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ കുറേ സാധനങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്, പൈസ ഒത്തിരി പോയിട്ടുണ്ട്. പിന്നെയാണ് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് തന്നെ ഒരു ബോധം വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറേശ്ശെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്. ഏകദേശം ഒരു 7 വർഷം കൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. 7 അല്ല 8 വർഷത്തോളം ആയിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ.
പിന്നെ തുടക്കത്തിൽ നമുക്കിങ്ങനെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫോളോ ചെയ്യാനായിട്ട് പാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അത് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. പിന്നെ എല്ലാം മനസ്സ് തന്നെയാണ്. കാരണം നമുക്ക് എന്ത് വേണം വേണ്ട എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണല്ലേ. അപ്പൊ നമുക്കത് കൺട്രോൾ ചെയ്ത് മേടിക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സക്സസ് ആണ്. അത് നമുക്ക് തന്നെ ഒരു ഇത് ഉണ്ടാവണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം പോയിക്കൊണ്ടിരുന്ന ഒരു മാളിലാണെങ്കിൽ മാളിലും അതുപോലെ തന്നെ ശരവണ സ്റ്റോറിലാണെങ്കിലും ഇപ്പം വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണെങ്കിൽ അവിടെ ഈ കോസ്മെറ്റിക് ഐറ്റംസും മറ്റു സാധനങ്ങളൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കാണുന്നതിനനുസരിച്ച് മേടിച്ച് കൂട്ടുമായിരുന്നു. അപ്പം അങ്ങനെ കുറേ പൈസയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഞാൻ സെപ്പറേറ്റഡ് ആണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താൽ എല്ലാം ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ നമ്മൾ അനാവശ്യമായിട്ടാണ് ചിലവാക്കുന്നത് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ കുറേ നമ്മളിൽ ഒരു മാറ്റം വരും കേട്ടോ. അത് പതിയെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നാൽ പറ്റത്തില്ല, പക്ഷേ പറ്റുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും പറ്റും. കാരണം നമ്മൾ എവിടെയാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമുക്ക് വരുമാനം എത്രയും ഉണ്ടായിട്ടും ഒരു പൈസയും നമ്മുടെ കയ്യിൽ നിൽക്കാത്തത് എന്തുകൊണ്ടാണ്, നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അത് സേവ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചെലവുകളോ അല്ലെങ്കിൽ ദൂർത്തടിക്കുന്ന സ്വഭാവമോ ഒക്കെ നമുക്ക് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതിനേക്കാളും നന്നായിട്ട് ബഡ്ജറ്റൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനേക്കാളും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗ്രോസറി ഷോപ്പ് ചെയ്യാനും എടുക്കാനും ഒക്കെ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണം. കമൻസിലൂടെ നമുക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.